കോഫി വിത്ത് ക്രൈസ്റ്റ്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. തിമോത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുമ്പോഴത്തേക്കും പൗലോസ് അപ്പോസ്തലന്റെ ശിഷ്യനായിട്ട് തിമോത്തിയെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗമുണ്ട്. തിമോത്തി എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ഹോണേർഡ് ബൈ ഗാഡ്, ദൈവത്താൽ അനുഗ്രഹീതൻ എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം, അല്ലേ? നമ്മളെല്ലാവരും വി ആർ സീക്കിംഗ് അപ്രീസിയേഷൻ ഫ്രം അതേഴ്സ്, ശരിയല്ലേ? ഡോണ്ട് എക്സ്പെക്ട് ഫ്രം എനി മാൻ, എക്സ്പെക്ട് ഇറ്റ് ഫ്രം ഗാഡ്. ദൈവത്താൽ ഹോണർ ചെയ്യപ്പെടുന്നതല്ലേ ഏറ്റവും വലിയ മാന്യത. നമ്മുടെ കുറവുകളും പരിമിതികളും ഒക്കെ ഉള്ളപ്പോഴും അതിനപ്പുറമായിട്ട് ദൈവത്തിനെ മാനിക്കാനായിട്ട് നമ്മളെ സാധിക്കും. അത് ദൈവത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അതുകൊണ്ട് ദൈവത്താൽ മാനിക്കപ്പെടുന്നവരായിട്ട് നമ്മൾ മാറണം. കർത്താവായ യേശുക്രിസ്തു 30 വയസ്സുവരെ അത്ഭുതം ഒന്നും ചെയ്തില്ല, പ്രശസ്തി ഒന്നും നേടിയില്ല. സാധാരണ ഒരു യഹൂദ കുടുംബത്തിൽ യഹൂദ മാതാപിതാക്കൾക്ക് സാധാരണ ജോലി ചെയ്ത് വിധേയപ്പെട്ട് ജീവിച്ചു എന്നാണ് വചനത്തിൽ പറയുന്നത്, അല്ലെ? അണ്ടർ ദ കസ്റ്റോഡിയൻഷിപ്പ് ഓഫ് earthly parents till the age of 30 he was a submissive child of his parents. അങ്ങനെ വിധേയപ്പെട്ട് ജീവിച്ച ദൈവപുത്രൻ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സൃഷ്ടാവായ ദൈവം, വചനമായ ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യന്റെ കൈക്കീഴിൽ ജോർദാൻ നദിയിൽ നിന്ന് സ്നാനപ്പെട്ട് കയറുമ്പോഴത്തേക്കും സ്വർഗത്തിൽ നിന്നൊരു അപ്രീസിയേഷൻ കേൾക്കുകയാണ്. ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലേസ്ഡ്. നമ്മളാണെങ്കിലോ നമ്മുടെ അപ്രീസിയേഷൻ എങ്ങനെയായിരിക്കും? ഇന്നത്തെ ഒരു ആത്മീയ മേഖലയിൽ 10 രോഗശാന്തി, അത്ഭുതകരമായിട്ടുള്ള വിടുതൽ, അല്ലെങ്കിൽ 10 അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ഒരു ബ്രദറിനെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു ധ്യാന ഗുരുവിനെ നോക്കി, ഒരു അച്ഛനെ നോക്കിയിട്ട് നമ്മൾ പറയും, സൂപ്പർ, ഭയങ്കര പവർഫുൾ ആണെന്നൊക്കെ പറയും, അല്ലേ? ഇതൊന്നും ചെയ്തില്ല. only thing he done, he was submissive to his earthly parents. മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു. പക്ഷെ ഒരു മിറക്കിൾ പോലും ചെയ്തില്ല. 30 വയസ്സ് വരെ സബ്മിസീവ് ക്യാരക്ടർഷിപ്പ് ആയിരുന്നു, അല്ലേ? ആൻഡ് ഹിസ് നേച്ചർ ടു ഹിസ് പാരൻസ്. ഇതെങ്ങനെയാണ്? നമ്മളും അംഗീകാരം നേടേണ്ടത് ദൈവത്തിന്റെ ഹൃദയത്തിന് ചേർന്ന് നടന്നിട്ടാകണം. ലോകത്തിന്റെ കയ്യടി കിട്ടാനായിട്ട് പലരും പല കോപ്രായങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഇന്ന് കൈയടിക്കുന്ന ലോകം നാളെ നമ്മളെ പഴിച്ചേക്കാം. പക്ഷെ സ്വർഗം കൈയടിക്കുന്നത് അത് നിലനിൽക്കുന്ന കയ്യടിയാ. ഇതിനു വേണ്ടിയിട്ടാകട്ടെ നമ്മുടെ അധ്വാനം. എന്തിനാ ഈ അംഗീകാരം? ഈ ജനം ഇനി എന്നെ അപമാനിക്കും. എൻ്റെ പുത്രൻ താഴത്ത് നിൽക്കുകയാണ്, ദൈവം അപ്രീസിയേഷൻ കൊടുക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നാളെ എൻ്റെ ഈ ദൈവത്തിന്റെ പുത്രൻ നാളെ ജനങ്ങളാൽ അപമാനിക്കപ്പെടും. തച്ചന്റെ മകൻ എന്ന് താഴ്ത്തി പറയും. ബത്സബൂലിനെ കൊണ്ടാണ് ഇവൻ കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് പറയുന്ന ജനം ദൈവ നിന്ന ചുമത്തപ്പെടുന്നതാണ് ഇവനാണ്. ഇങ്ങനെയൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വർഗം സർട്ടിഫൈ ചെയ്യുക ഈ ജനത്തിനും ലോക അവസാനം വരെ ജനിക്കാനിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, ഇനി വരാനിരിക്കുന്നവർക്കും വേണ്ടി കൂടി സ്വർഗം സർട്ടിഫൈ ചെയ്യാണ്, ഹീ ഈസ് മൈ ബിലവഡ് സൺ ഹൂം ഐ ആം വെൽ പ്ലേസ്ഡ്. ഇന്ന് നമ്മളെയും ആരും എന്തും പറഞ്ഞോട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെന്നേ, നമുക്കൊരു ഉറപ്പുണ്ടാകണം, ഒരു ഉൾബോധമുണ്ടാകണം, ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ്. വീണ്ടും താബോർ മലയിൽ വെച്ച് നമുക്ക് കാണാം, ശുശ്രൂഷയുടെ ആ പീക്ക് ടൈമിൽ, ആ ഏറ്റവും മിന്നി നിൽക്കുന്ന സമയത്ത് ദൈവം പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ശ്രവിക്കുവിൻ. ഇതായിരിക്കട്ടെ നമ്മുടെയും മാതൃക. ഒന്നും ചെയ്യാൻ പറ്റാതെ പലപ്പോഴും സബ്മിസീവായിട്ട് ഇരിക്കേണ്ട സാഹചര്യത്തിലും ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള ഉൾവിളി ഉണ്ടായി ചെയ്യുന്ന സാഹചര്യത്തിലും എപ്പോഴും നമുക്കൊരു ചിന്തയുണ്ടാകണം, ഐ ആം ദ ചൈൽഡ് ഓഫ് ഗാഡ്. then you must be honored. ദൈവത്താൽ മാനിക്കപ്പെടുന്നവനായി മാറാം. തിമോത്തിയെ പൗലോസ് കാണുമ്പോഴത്തേക്കും അവിടെ തിമോത്തിയെ കുറിച്ച് എഴുതിയേക്കാണ്, തിമോത്തി 2 തരത്തിലുള്ള കൾച്ചറിന്റെ പ്രോഡക്റ്റ് ആണ്. അതായത് മാതാപിതാക്കൾ 2 വംശമാണ്, ഒന്ന് ജൂയിഷും ഒന്ന് ഗ്രീക്കും. അതായത് യാഥാസ്ഥികത കുടുംബത്തിന്റെ കൾച്ചർ ഒരു ഭാഗത്ത്, മോഡേണിസത്തിന്റെ കൾച്ചർ മറ്റൊരു ഭാഗത്ത്. പക്ഷെ ഇത് രണ്ടും തിമോത്തിയെ സ്വാധീനിക്കുന്നില്ല. ഇതുപോലെ ആയിരിക്കണം നമുക്കും. ലോകത്തിൻ്റെതായിട്ടുള്ള പല കൾച്ചറുകളും നമുക്ക് ചുറ്റും നമ്മളെ സ്വാധീനിക്കുന്നുണ്ടാവും. പക്ഷെ അതിൽ സ്വാധീനിക്കപ്പെടാതെ ക്രൈസ്റ്റ് കൾച്ചറിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് വി മസ്റ്റ് ബി ഹോണേർഡ് ബൈ ഗാഡ്. ദെൻ ഹി വിൽ സേ, ഹീ ഈസ് മൈ ബിലവഡ് സൺ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ എന്നുള്ള ആ ശബ്ദം കേൾക്കാനായിട്ട് നമുക്കും ഇന്നത്തെ ദിവസം
ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. സ്വർഗത്തിന്റെ അപ്രീസിയേഷൻ കിട്ടാനുള്ളതാകട്ടെ ഇനിയുള്ള ആയുസിന്റെ ഓരോ ദിവസത്തെയും അധ്വാനം. ഹല്ലേലൂയ. ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്ന് എന്നെ വീണ്ടെടുത്തെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനേശു.